പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെതിരെ വീണ്ടും കടുത്ത ആരോപണവുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് ഇപ്പോഴും നീക്കം നടക്കുന്നുവെന്നും CPM-ഉം സർക്കാരുമാണ് പ്രതികളെ സംരക്ഷിക്കുന്നതെന്നും അച്ഛൻ ജയപ്രകാശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സഹായം സർവകലാശാല നൽകിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ഗവർണറെയൊക്കെ കണ്ടിരുന്നു. എന്താണ് ഇതിൽ പറയാനുള്ളത്? അത് നമ്മൾ കാണാൻ പോയ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് നമ്മൾ പത്രത്തിൽ കൂടെ അറിയുന്നത് ഈ പ്രതികൾക്ക് 19 പ്രതികൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള അനുവാദം യൂണിവേഴ്സിറ്റി കൊടുത്തു വന്നു. അപ്പോൾ എങ്ങനെ കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് തിരക്കണമല്ലോ. അപ്പോൾ അവർ കോടതി വിധിയുടെ മറവിൽ അവർ ഒരു എക്സാം എഴുതാനുള്ള അനുവാദം കൊടുത്തു. ആര് കൊടുത്തു? യൂണിവേഴ്സിറ്റി കൊടുത്തു. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് എന്താ ഇത്ര ധൃതി ഇവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട്? അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറെ കാണാൻ പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാൻസലറും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തണം. ചിലപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോയി നമ്മൾ കാര്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സാർ അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറ്റിനറി സർവകലാശാല നിയമത്തിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 75% അറ്റൻഡൻസ് വേണം. ഈ 19 പ്രതികൾക്കും 75% മാർക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. താങ്കൾ ഈ പറഞ്ഞ ഈ മാനദണ്ഡം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയാണോ പറയുന്നത്? ഞാൻ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് വീഴ്ച പറ്റിയിട്ടുണ്ട്. വീഴ്ച പറ്റി എന്നല്ല, അവർ മറച്ചു വെച്ചു എന്ന് വേണം പറയാൻ. അത് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ മിസ്റ്റേക്ക് എന്ന് വേണം പറയാൻ പറ്റുള്ളൂ. ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് അവരെ ഡീബാർ ചെയ്തിട്ടുള്ള 3 വർഷം ഡീബാർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഡീബാർ ചെയ്തിട്ടുള്ള 3 വർഷത്തേക്ക് അത് ഓവർകം ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരുപാട് ലോ പോയിന്റ് വേണം. അത് കഴിഞ്ഞിട്ട് CBI കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്ന്. CBI പറഞ്ഞിട്ടുള്ളത്, വെറും പോലീസല്ല, ഞാനുമല്ല, CBIയുടെ കുറ്റപത്രത്തിലുണ്ട്. അതുമല്ല ഒരു കാര്യം. അതിൽ ഏറ്റവും അവസാനം വന്നത് അവർക്ക് മതിയായ റെക്കോർഡില്ല, ഈ പ്രാക്ടിക്കലിന് പോവേണ്ട റെക്കോർഡില്ല, അധികാരികൾ സൈൻ ചെയ്ത പേപ്പറില്ല, ഒന്നുമില്ല. അവർ ഡയറക്റ്റ് പോയി എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അത് ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്തു? ആർക്കാണ് ഇത്ര ധൃതി ഇവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാൻ? ഞാൻ അതുകൊണ്ട് ധൈര്യപൂർവ്വം ബഹുമാനപ്പെട്ട ഗവർണറെ കാണാൻ പോയത്. അദ്ദേഹം അത് പരിശോധിച്ചു. അത് വളരെ നല്ല രീതിയിലുള്ള ഉചിതമായ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എവിടെയാണ്, എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ ഒരിക്കലും ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിയെ വിശ്വസിച്ചിരിക്കുന്നില്ല. രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യമോ അല്ല വീഴ്ച അവിടെ നിന്ന് പറ്റിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയോ ഞാൻ ഒരുമിച്ച് അടച്ചാക്ഷേപിക്കുന്നില്ല, ഒരിക്കലും കോളേജിനെ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ അതിൽ കുറച്ച് ഉദ്യോഗസ്ഥരും കുറച്ച് ആൾക്കാരും എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ കുട്ടികളെന്ന് പറയാൻ പാടില്ല, ഈ കൊലപാതകളെ രക്ഷപ്പെടുത്തിയിട്ട് പരീക്ഷ എഴുതി പുറത്തു പോകണം. അത് വെറും രഹസ്യ അജണ്ട അല്ല, പരസ്യ അജണ്ടയാണ്. തൃപ്തനാണ് നിലവിലെ? ഇതുവരെയ്ക്കും എനിക്ക് വേറെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. അന്വേഷണം പോട്ടെ. നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ശരിക്കും അത് 100% സക്സസ് ആവും. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു.